ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1946. ഇന്ന് ഏപ്രിൽ മാസം 29-ാം തീയതി, 119-ാമത്തെ ദിവസത്തിലെത്തി. ശരിക്കും ഒന്ന് ഓർത്ത്, ഓരോരുത്തരും അവനവന്റെ ബാല്യകാലത്തെ എന്തുമാത്രം ഷാഠ്യങ്ങളിലൂടെ, എന്തുമാത്രം നിർബന്ധ ബുദ്ധിയോടൊപ്പമാണ് നമ്മൾ വളർന്നത്, പിച്ച വെച്ച് നടന്നത്. അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ നമുക്കൊപ്പമല്ല, നമ്മളെക്കാളും താഴ്ന്ന് ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി നിലകൊണ്ടതും ഒന്ന് ഓർക്കും നല്ലതാണ്. അങ്ങനെ ആകേണ്ടതാണ് ഭൂമിയിലെ അപ്പനമ്മമാരെ. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്കൊപ്പം മുട്ടിലെഴിയാനായിട്ട് സാധിക്കണ്ടേ? അത് പറയാൻ വേണ്ടി അല്ല കേട്ടോ ശ്രമിക്കുന്നത്. മക്കൾ വളരുന്നു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ആ മാതാപിതാക്കൾക്കും പ്രായമാകുന്നു എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് വലിയ മാതാപിതാക്കളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ അപ്പനമ്മമാർ ഇവിടെയാണ് വാർദ്ധക്യത്തിന്റെ ഒരുപാട് ക്ലേശങ്ങളിലൂടെ, വ്യസനങ്ങളിലൂടെ, ഏകാന്തതയിലൂടെ, കുറച്ചൊക്കെ ഒറ്റപ്പെടലിലൂടെ ആവും അവരും കടന്നു പോകുന്നത്. അവരെ ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കാനായിട്ട്, അവരുടെ മുമ്പിൽ തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മുട്ടുകുത്താനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? അവരോടൊപ്പം, അവരുടെ മാനസികാവസ്ഥയോടൊപ്പമൊക്കെ ഒന്ന് ആയിത്തീരാനായിട്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന സമയത്തിന്റെ മുഴുവനൊന്നും അല്ല കേട്ടോ, ദശാംശവും വേണ്ട, 10-1 വേണ്ട, 100-ലെന്നെങ്കിലും അവർക്കൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്, ചെലവഴിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതും നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് വിശുദ്ധനായ തോമാസ് ലീഹായെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവ്, അതും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവ് നല്ലൊരു മാതൃകയാണ്. തോമസെ, നീ വരിക, നിനക്കൊരു സംശയമുണ്ട്, നിനക്കൊരു ആകുലതയുണ്ട്, അതുകൊണ്ട് തന്നെ നീ വന്ന് കണ്ട് തൊട്ട് ബോധ്യപ്പെടുക. അത് ഒരുവന്റെ മുമ്പില് മറ്റൊരുവൻ സ്വയം ചെറുതാവുകയാണ്, അവനെ നേടാനും അവനെ ചേർത്ത് പിടിക്കാനും വേണ്ടി. അത്തരമൊരു പെരുമാറ്റമൊക്കെ നമ്മളുടെ കുഞ്ഞു ജീവിതത്തിനകത്തും ആവശ്യമാണ്. ഇതൊക്കെ ഇങ്ങനെ സ്പിരിച്വൽ സൈഡിലേക്ക് മാത്രം നമ്മൾ ഒതുക്കാതെ, ആത്മീയ കാര്യങ്ങളായി മാത്രം ഇതിനെ കാണാതെ, വളരെ സർവ്വസാധാരണമായ നമ്മുടെ കുഞ്ഞു ജീവിതത്തിനകത്തും പരസ്പരം ഇത്രത്തോളമൊക്കെ ഒരു ജാഗ്രത, ഒരു അഴകും ആഴവും ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ തോമാസ് ലീഹ നമ്മുടെ കർത്താവ് വീണ്ടെടുത്തു. തോമാസ് ലീഹ നമ്മുടെ കർത്താവിനെയും വീണ്ടെടുത്തു തൻ്റെ ആ ശിഷ്യ ജീവിതത്തിനകത്തേക്ക്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.